പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് വൺ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ക്രിസ്മസിന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് കരുതുന്ന ഒന്നാണ് ബീഫ്. നമ്മൾ ഈ ബീഫ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അവർക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് അവർ നുറുക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളതിന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നുറുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ തിരക്കായതുകൊണ്ട് തന്നെ വിലയും കൂട്ടും. ഇപ്പോൾ കിലോയ്ക്ക് 400 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ വാങ്ങിച്ച 350 രൂപ, അപ്പോൾ ഇപ്പോൾ 20 രൂപ കൂടി 400 രൂപയായി. അപ്പോൾ ഈ 400 രൂപ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഇറച്ചി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ തിരക്കായതുകൊണ്ട് ഒന്നും നോക്കില്ല, നേരെ വെട്ടിങ്ങോട്ട് തരും. ഇത്രയും 1 കിലോ ഇറച്ചി എന്നുള്ള കിട്ടിയ പാടയാണിത്. ഇപ്പോൾ ഇത്രയും പാട നമ്മൾ ശ്രദ്ധിക്കാതെ അരിഞ്ഞ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും പ്രായമായവരുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ അപകടം അറിയില്ല. ഇപ്പം ഈ പാട നമ്മൾ ഇറച്ചിയിൽ നിന്ന് മാറ്റാതെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരായാലും കുറച്ച് വായിലിട്ട് ചവച്ചിട്ട് പിന്നെ ബാക്കി ചവച്ചാൽ അറിയാത്ത ഭാഗങ്ങളാണ് ഈ പാട. ഈ കാണുന്നത് മുഴുവൻ ചവച്ചാൽ അറിയാത്തതാണ്. അപ്പം ഈ അറിയാത്ത സാധനം വിഴുങ്ങിക്കളയും, തുപ്പുകയില്ല. ഇപ്പോൾ വളരെയധികം ആൾക്കാർ ഇത് വിഴുങ്ങുന്നവരാണ്. ആ ഇറച്ചിയുടെ കൂടെ ഉള്ളതല്ലേ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഇറച്ചി തന്നെ നമുക്ക് അപകടം ചെയ്യുന്നതാണ്. ഒരുപാട് കൊളസ്ട്രോൾ കൂട്ടാനും അതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, സാധാരണ രീതിയിൽ നല്ല കായികമായ ജോലി ചെയ്യുന്നവരല്ലെങ്കിൽ ഇത് ദഹിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് കൂടാതെയാണ് ഈ പാട കൂടി നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ദഹിക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരം ആമാശയം ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടും. എന്നിട്ടും ദഹിക്കാതെ വരുമ്പോൾ അത് ആമാശയത്തിൽ കെട്ടിക്കിടക്കാനും അത് പലവിധ ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഇടയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇറച്ചി വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള കഴിയുന്നതും അതിൽ നിന്നുള്ള പാടകളൊക്കെ ചെത്തി മാറ്റുക. പറ്റുമെങ്കിൽ നെയ്യൊക്കെ കുറച്ചെടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം കുറേ അധികം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ, റെഡ് മീറ്റിൻ്റെ നെയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ്, LDL കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷ സമാധാനമുള്ള ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.